തൊട്ടിയിലെ തുടിപ്പും ഒരു ഓർമ്മക്കുറിപ്പ്. പച്ചപ്പിൽ കുളിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിൽ മണ്ണടിച്ച് ഉയർത്തിയ ഒരു തറയിലാണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് ചുറ്റും കണ്ണോടിച്ചാൽ പ്രകൃതി ഒരുക്കിയ ഒരു പച്ചക്കുട കാണാം. തെങ്ങും വാഴയും പ്ലാവും കപ്പക്കായ മരവും പപ്പായ കറിവേപ്പിലയും ഷീമക്കൊന്ന് വരെ അവിടെ തഴച്ചു വളരുന്നു. മുറ്റത്തിൻ്റെ ഒരു കോണിൽ നല്ല എരിവുള്ള കാന്താരി മുളക് ചെടിയുമുണ്ട്. വീടിന് ചുറ്റുമുള്ള നെൽപ്പാടങ്ങൾ പച്ചപ്പുതപ്പ് വിരിച്ചതുപോലെ കാറ്റിൽ ആടിയുലഞ്ഞ് നൃത്തം ചെയ്യുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അതിനപ്പുറം നിറയെ കശുമാവിൻ തോട്ടങ്ങളാണ്. വീടിനോട് ചേർന്ന് തന്നെയാണ് പശുവിൻ തൊഴുത്ത്. അതിൽ പശുവും കിടാവും പിന്നെ 2 കുട്ടികളുള്ള ഒരു ആടുമുണ്ട്. കുടിവെള്ള യാത്രയും ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് ഒരു വലിയ അത്ഭുതത്തോടെയാണ്. വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് വിചിത്രമായ ഒരു ചുവയും നിറവ്യത്യാസവുമുണ്ട്. കിണർ കുഴിച്ചപ്പോൾ കണ്ട മഞ്ഞക്കല്ലാണ് ഈ മാറ്റത്തിന് കാരണമെന്നാണ് പറയുന്നത്. കുടിക്കാൻ കൊള്ളില്ലെങ്കിലും കുളിക്കാനും നനയ്ക്കാനുമെല്ലാം ഈ മഞ്ഞക്കല്ല് കിണറ്റിലെ വെള്ളം തന്നെയാണ് ആശ്രയം. അപ്പോൾ കുടിവെള്ളമോ? അതിനായി വയലിൻ്റെ അങ്ങേയറ്റത്തുള്ള കിണറ്റിലേക്ക് പോകണം. പുലർച്ചെ കോടമഞ്ഞിറങ്ങുമ്പോൾ 2 പാഞ്ഞിയും വെള്ളം കോരുന്ന പാത്രം കയ്യിലേന്തി വരമ്പത്ത് കൂടിയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. മഴക്കാലമായാൽ വരമ്പൊക്കെ മുങ്ങി മുട്ടപ്പം വെള്ളമുണ്ടാകും. ആ വെള്ളത്തിലൂടെ പാടുപെട്ട് വെള്ളവും കോരി വരുമ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ ദിവസം പിറന്നിട്ടുണ്ടാകും. പറമ്പിൻ്റെ തെക്കുഭാഗത്ത് കശുമാവിൻ കൂട്ടങ്ങളാണ്. പടിഞ്ഞാറ് ദൂരെ ആകാശത്തോടെ മുട്ടി നിൽക്കുന്ന വലിയൊരു മലയും കാണാം. പകൽ സമയങ്ങളിൽ ഈ കാഴ്ചകളെല്ലാം സുന്ദരമാണെങ്കിലും സന്ധ്യമയങ്ങാൽ കഥ മാറും. നാട് മുഴുവൻ കൂരാക്കുരുട്ടിൽ മുങ്ങും. കയ്യിൽ ചൂട്ട്, തീപ്പന്തം ഇല്ലാതെ ആർക്കും ഈ വഴിയിലൂടെ നടക്കാനാകില്ല. രാത്രിയായാൽ പുറത്ത് ഭയപ്പെടുത്തുന്ന ഒരു സംഗീത കച്ചേരി തുടങ്ങുകയായി. ഓരിയിടുന്ന കുറുക്കന്മാർ, മറുഭാഗത്ത് തവളുകളുടെയും കൂമന്മാരുടെയും ശബ്ദം, ഇതിനിടയിൽ കീരാങ്കുടുക്ക എന്ന ചെറിയ ജീവിയുടെ നിർത്താതെയുള്ള ശബ്ദവും നായ്ക്കളുടെ ഓരിയിടലും. പേടി മാറ്റാൻ അടുക്കളയിൽ നിന്നും ഒരു പിടി ഉപ്പും മുളകും കയ്യിലെടുത്ത് അടുപ്പിലെ തീയിലേക്ക് എറിയും. അത് പടപട എന്ന് പൊട്ടുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. പുറത്ത് മൃഗങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ അകത്ത് പൂച്ച വന്ന് ഞാനാണ് ഇവിടുത്തെ പുലി എന്ന മട്ടിൽ മ്യാവും മ്യാവും പറഞ്ഞ് നടക്കും. പക്ഷെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പതുക്കെ വന്ന് ഞങ്ങളുടെ പായിലോ പുതപ്പിനുള്ളിലോ ശരണം ചോദിക്കുന്നതും ഇതേ വീരൻ പൂച്ച തന്നെയാണ്. തൊട്ടി എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. ആകെ 5 വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ കൂട്ടായ്മ. പടിഞ്ഞാറ് ഉക്രാജിക്ക, കിഴക്ക് അദ്രോസ് ആജിക്ക, വടക്ക് രാമനും കോരനും, തെക്ക് അബ്ദുള്ള ആജിക്ക. ഇവരാണ് ഞങ്ങളുടെ ലോകം. വാതിലിൻ്റെ തട്ടുകൾ മാറ്റി അകത്തേക്ക് കയറിയാൽ പഴയ കാലത്തിൻ്റെ ഒരു മണം വരും. ഉമ്മറത്ത് കാലു കഴുകാൻ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പൂമുഖത്ത് നെല്ലളക്കുന്ന പറയും വടിയും മുറയും ഇടങ്ങാഴിയും തടുപ്പയുമൊക്കെ കാണാം. വലിയ കുട്ടിൽ ഒരു കുറ്റിത്തണ ഉണ്ട്, 2 അലമാരകളും. അവിടുന്ന് ചെറിയ കുട്ടിലേക്ക് കയറിയാൽ ഒരു ഭാഗത്ത് വലിയ പത്തായും മറുഭാഗത്ത് ഏണിയും കാണാം. ഏണിയിലൂടെ മുകളിൽ കയറിയാൽ അവിടെ നെൽക്കതിരും വെള്ളരിക്കയും തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. താഴെ ചെറിയ ഹാളിൽ അവിടെയുള്ള ഒരു അലമാരയിൽ പുസ്തകവും സ്ലേറ്റും, മറ്റേ അലമാരയിൽ വെറ്റിലയും ചപ്പും അടക്കയും ചുണ്ണാമ്പും സൂക്ഷിച്ചിരിക്കുന്നു. കൂടാതെ 2ൻ്റെയും 14ൻ്റെയും വലിയ പാണൂസ് പന്തം വിളക്കുകൾ അവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ കയറി അതിനുശേഷം ചെല്ലുന്നത് ചെറിയ ഇടുങ്ങിയ ഇരുളുള്ള ഒരു മുറിയിലേക്കാണ്. അവിടുന്ന് കുച്ചിൽ എന്ന കിച്ചൺ ഹാളിലേക്ക് കടക്കാം. അവിടെ ഉരലും ഉലക്കയും കോഴിക്കൂടും ഇരിക്കാനുള്ള പലകകളും തൂങ്ങിക്കിടക്കുന്ന 7ൻ്റെ പാണൂസും കാണാം. തൊട്ടടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ വലിയ പത്തായത്തിൽ നിറയെ നെല്ല് സൂക്ഷിച്ചിട്ടുണ്ട്. അടുക്കയിൽ മൺചട്ടികളും കത്തികളും, കൊങ്കത്തി, ബാക്കത്തി, കൊടുവാള്, ചെറിയ കത്തി, അരി അളക്കുന്ന ഉഴക്കായും പാലളക്കുന്ന കൊണ്ടയും പാൽപാത്രവും 1ൻ്റെ പാണൂസും മറ്റ് പാത്രങ്ങളും അമ്മിയും അതിൻ്റെ കുട്ടിയും നിരന്നിരിക്കുന്നു. അടുപ്പിൽ എപ്പോഴും കനലുകൾ എരിയുന്നുണ്ടാവും. അതിന് മുകളിൽ ചൂടുവെള്ളത്തിനായി വെച്ച ഇടക്കലവും കാണാം. അടുക്കളയിൽ നിന്ന് നേരെ ചോളിയിലെ കുളിമുറി കടക്കാം. അവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നേരെ ചെന്നെത്തുന്നത് ആ മഞ്ഞക്കല്ല് കിണറിൻ്റെ അടുത്താണ്. ഇതാണ് ഞങ്ങളുടെ വീടും പരിസരവും. ശുഭം. ബൈ VKMA.